ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എന്താ പരിപാടി? ഇന്ന് എൻ്റെ ഡാൻസ് ആണ്. അപ്പോൾ ഇന്ന് ഡാൻസ് അതിനു വേണ്ടിയിട്ട് ഞാൻ സ്വർണ്ണവും എല്ലാം കമ്മലും ഒന്നും ഇടാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്കൂളിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ എന്താ പറയാ കമ്മലൊക്കെ ഇടണം വേറെ ഡാൻസിനായിട്ടുള്ള. അപ്പൊ 5:30 എന്താണ് 5:30 വൈകുന്നേരമാണ് തുടങ്ങുക. പക്ഷെ എനിക്ക് നേരത്തെ പോണം, പ്രാക്ടീസ് ഒന്നും കൂടെ ചെയ്യാണ്ട്. അതുകൊണ്ട് ടൈ ഒന്നും ഇട്ടിട്ടില്ല, ഒരു ID കാർഡും മാത്രമേ ഇട്ടിട്ട് പോയാൽ മതി. അപ്പോൾ ഒരു 5:30 ആകുമ്പോൾ നമുക്ക് പോകണം അല്ലേ? ഇനി എത്ര വീഡിയോ എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. അതെ, അപ്പൊ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റും തോന്നില്ല, കാരണം അത് അലോഡ് അല്ല. അതെ, അപ്പൊ നമ്മളെ സ്കൂളിലാണ് ഡാൻസിന്റെ ചെറിയ ഫംഗ്ഷനും പരിപാടിയും. ഒരു സിംഗ് തരാം. എന്റെ പാട്ടിന്റെ പേര് അങ്ങുവാനെ കൊണ്ടാണ്. അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെ, ഗസ് ചെയ്യാൻ പാട്ട് ഓൾറെഡി നീ പറഞ്ഞല്ലോ. അതല്ല, എന്നെ കാണാൻ പറ്റുന്നു, ഞാൻ അതിൽ ആരാണെന്നോ അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ വൈകിട്ട് പോകുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരേ ഷൂ ഒന്നും അല്ല കേട്ടോ, യൂണിഫോമിന്റെ ഒന്നും അല്ല, ജസ്റ്റ് അല്ലാതെ. അപ്പൊ ഡാൻസിന്റെ എല്ലാ സംഭവങ്ങളും നീ എടുത്തിട്ടില്ലേ? ഓക്കെ. അതെ, മേക്കപ്പ് ചെയ്യുമ്പം ഡ്രസ്സിലാവാതിരിക്കാൻ. അതെ, പാപ്പുവിനെ കാണിക്കാൻ പറ്റില്ല. വിത്തൗട്ട് അല്ല, സ്നഗ്. അതെ അതെ അതെ. അപ്പൊ ഇനി വൈകിട്ട് ഞങ്ങൾ വരുമ്പം നമുക്ക് കാണാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നേരെ സ്കൂളിലോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ സ്കൂളിൽ എത്തി കേട്ടോ. കാരണം നമുക്ക് ഇരിക്കാൻ സീറ്റൊക്കെ ഫ്രണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് പക്ഷെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം പാരൻസൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കിനും ഫുൾ പാരൻസും കാര്യങ്ങളൊക്കെ എത്തി കേട്ടോ. ആ ഒരു ടൈം ഒരു 5:30 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫുൾ ആൾക്കാരായി. പിന്നെ നമ്മൾ മേക്കപ്പ് റൂമിൽ നമ്മൾ അലൗഡ് അല്ലാത്തത് കാരണം അവരുടെ മേക്കപ്പ് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. മൊത്തം പാരൻസ് ഒരുപാട് ആൾക്കാരാകുമ്പോൾ കുട്ടികളുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആദ്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രെയർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത 2 പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും ആമീൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങ് വാനക്കോണിലാണ് കേട്ടോ സോങ്. പക്ഷെ നമുക്ക് സോങ് ഇവിടെ ഇടാൻ പറ്റില്ലല്ലോ.
എല്ലാവരും നന്നായിട്ട് ചെയ്തു. അതേപോലെ വേറെയും കുറേ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. ഹൊററൊക്കെ ഉണ്ടായിരുന്നു. ഹൊറർ ആയിട്ടുള്ള കുറഞ്ഞ ദിവസം കൊണ്ടാണെങ്കിലും എല്ലാവരും നല്ല എഫേർട്ട് ഇട്ട് അടിപൊളിയായിട്ട് ഒരു ലാഗും ഇല്ലാതെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഡേ അടിപൊളിയായിരുന്നു. നല്ല സൂപ്പറായിട്ട് ചെയ്തു. പിന്നെ നമുക്ക് ഈ പ്രാവശ്യം വയനാട്ടിൽ അധികം വലിയ പ്രോഗ്രാം ഒന്നും സ്കൂളുകളിൽ വെച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു ക്രിസ്മസ് പ്രോഗ്രാം അടിപൊളിയായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കുട്ടികളും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. മേക്കപ്പും പരിപാടിയൊക്കെ കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത്, മേക്കപ്പല്ല, അവരുടെ ഡ്രസ് കോസ്റ്റ്യൂമൊക്കെ ജസ്റ്റ് ചേഞ്ച് ചെയ്തു. എന്നിട്ട് അവർ വന്നു. പിന്നെ എല്ലാവരോടും ജസ്റ്റ് ഇനിയിപ്പോൾ ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയും ഒക്കെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞു. എന്നിട്ട് വന്നു. പിന്നെ നല്ല ഫോട്ടോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അധികം. പിന്നെ അവൾ നല്ല ടയർഡായിരുന്നു. അപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ ഇടാം കേട്ടോ. അതായത് ആ ഒരു കോസ്റ്റ്യൂമിലെടുത്ത് ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല. ഉള്ള കുറച്ച് 3-4 പിക്ക് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്.